മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിക്കെതിരെ വീണ്ടും ഷോൺ ജോർജ്. എക്സാലോജിക്കിന് വിദേശത്തും അക്കൗണ്ട് ഉണ്ടെന്ന് ആരോപണം. അന്വേഷണം ആവശ്യപ്പെട്ട് ഉപഹർജി നൽകി ഷോൺ ജോർജ് രാവിലെ മാധ്യമങ്ങളെ കാണും. അനുമതിയില്ലാതെ അവധിയെടുത്ത ഡോക്ടർമാർക്ക് അന്ത്യശാസനവുമായി സർക്കാർ. ജൂൺ 6-നകം സർവീസിൽ തിരികെ എത്തണം. എത്താത്തവരെ പിരിച്ചുവിടുമെന്നും ആരോഗ്യവകുപ്പ്. തീരുമാനം പകർച്ചവ്യാധി പ്രതിരോധം ചൂണ്ടിക്കാട്ടി. കൊച്ചി വരാപ്പുഴയിൽ 4 വയസ്സുകാരനെ കൊലപ്പെടുത്തി പിതാവ് ജീവനൊടുക്കി. മരിച്ചത് വളാഞ്ചേരി സ്വദേശി ഷെരീഫും മകൻ അൽഷിഫാഫും. കുടുംബ പ്രശ്നങ്ങളെന്ന് സൂചന. മഞ്ഞുമ്മൽ ബോയ്സ് നിർമ്മാതാക്കൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന് അന്വേഷണ റിപ്പോർട്ട്. പറവ ഫിലിംസിന്റേത് കരുതിക്കൂട്ടിയുള്ള ചതിയെന്ന റിപ്പോർട്ടിൽ. അന്വേഷണം സൗബിൻ ഷാഹിർ ഉൾപ്പെടെ 3 പേർക്കെതിരെ. മഴക്കെടുതി ചർച്ച ചെയ്യാൻ മന്ത്രിസഭാ യോഗം. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളത്തും ആലപ്പുഴയിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങി. വെള്ളം കയറിയ കളമശ്ശേരി ഭാഗങ്ങളിലെ വീടുകളിൽ ചെളി നിറഞ്ഞ സ്ഥിതിയിൽ. സംസ്ഥാനത്തെ തോട്ടം തൊഴിലാളികളുടെ ജീവിതം തകർന്നു വീഴാറായ ലയങ്ങളിൽ. വെട്ടിമുടി ദുരന്ത പശ്ചാത്തലത്തിൽ ലയങ്ങൾ പുനർനിർമ്മിക്കുമെന്ന പ്രഖ്യാപനം പാഴായി. അനുവദിച്ച 20 കോടി രൂപ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുന്നു.